നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കലൈപുരം ആശ്രയ സങ്കേതം എന്ന് പറഞ്ഞാൽ അറിയാത്തവർ ചുരുക്കം പേർ മാത്രമാകും ഉണ്ടാവുക. ആരുമില്ലാത്തവർക്ക് ആശ്രയമാണ് ആശ്രയ സങ്കേതം. പെൺകുട്ടികളെ സ്വന്തം മക്കളെ പോലെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന അച്ഛനും അമ്മയും ചേച്ചിമാരും ചേട്ടന്മാരും പ്രായമായവരെ അമ്മയായും അച്ഛനായും കാണുന്നു. ഇങ്ങനെ പോകുന്നു ആശ്രയയിലെ വിശേഷങ്ങൾ. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പ്രശസ്ത പിന്നണി ഗായകൻ ജോളി എബ്രഹാം ആശ്രയ സങ്കേതത്തിൽ വരികയും അവർക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുകയുണ്ടായി. അതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക്. ജോളി എബ്രഹാം സാറും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അദ്ദേഹം നേതൃത്വം നൽകുന്ന മ്യൂസിക് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളുമായിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയ ജോളി എബ്രഹാം സാറിനെ തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു പരിചയപ്പെടാനിടയായിട്ട്. അദ്ദേഹം എന്നെ ഒരു ദിവസം ഫോണിൽ വിളിക്കുകയുണ്ടായി. അല്ലെങ്കിൽ ഒരു ദിവസമാണോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. അവിടെ എന്നെ അവിടുത്തെ ചെന്നൈയിലേക്ക് ഒരു പ്രോഗ്രാമിന് വിളിച്ചു. പ്രോഗ്രാം മറ്റൊന്നുമായിരുന്നില്ല, രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സംഗീത മഴ. ചില മഴകൾ കർക്കിടകത്തിലേക്ക് മഴ പെയ്യാൻ തുടങ്ങിയാൽ തോരാതെ പെയ്തുകൊണ്ടിരിക്കുമല്ലോ, അത്തരത്തിൽ തോരാതെ പെയ്തുകൊണ്ടിരുന്ന സംഗീതമാരിയായിരുന്നു. അങ്ങനെ ആ പരിപാടിയിലൂടെയാണ് ജോളി എബ്രഹാം സാറിനെ നേരിട്ട് കാണുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചാനലുകളിലൂടെ ഒക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണാനുള്ള ഭാഗ്യം അത്തരത്തിലാണ് എനിക്ക് ഉണ്ടായത്. ഞാനും ഭാര്യയും എൻ്റെ മരുമകൻ ജുബിൻ, ഞങ്ങൾ 3 പേരുടെയാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ചെന്നത്. അവിടെ ഞങ്ങൾക്ക് വളരെ സന്തോഷം ലഭിച്ച ഒരു ദിവസമായിരുന്നത്. ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, ആശ്രയ സങ്കേതത്തിൽ താമസിക്കുന്ന 1000 ആളുകൾക്ക് വേണ്ടി അദ്ദേഹം തന്ന അവാർഡ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യവും എനിക്ക് ശ്രദ്ധിച്ചു. ഇതിനകത്ത് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ, ധാരാളം ആളുകൾക്ക് സഹായങ്ങൾ, ജീവനോപാധികൾ നൽകുന്നു, ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു, വസ്ത്രങ്ങൾ നൽകുന്നു, സാമ്പത്തിക സഹായം നൽകുന്നു, മൊബൈൽ ഫോൺ വേണ്ടുന്നവർക്ക് മൊബൈൽ ഫോൺ നൽകുന്നു. ഇങ്ങനെ ഉപജീവനത്തിന് ആവശ്യമായ സമ്പത്തും മറ്റ് ജീവനോപാധികളും ഒക്കെ ധാരാളം ആളുകൾക്ക് അവിടെ വെച്ച് വിതരണം ചെയ്യുന്നത് കണ്ണു നിറയെ കണ്ടു എന്ന് മാത്രമല്ല, പലർക്കും ഞാനും മിനിയും ചേർന്ന് ഞങ്ങളുടെ കൈ കൊണ്ട് കൊടുക്കാനുള്ളൊരു ഭാഗ്യവും ചെന്നൈയിൽ വന്ന് ഞങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അത് ഹൃദയത്തിൽ സ്വർണ്ണ ലിപി കൊണ്ട് ഒരു കാലത്തും മായാതെ രേഖപ്പെടുത്തിയിട്ടുള്ള അടയാളങ്ങളാണ്. അപ്പോഴങ്ങനെ ഈ കാണുന്ന എല്ലാ ആളുകളുടെയും സ്നേഹം ഞങ്ങൾക്ക് അവിടെ വെച്ച് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതാണ്. അവിടെ അന്നേരം പറഞ്ഞു, ഞങ്ങൾ എല്ലാ വർഷവും എറണാകുളത്ത് നാട്ടിൽ വരാറുണ്ട്. ഈ വർഷം നാട്ടിൽ വരുമ്പോഴേ ആശ്രയ സന്ദർശിക്കും, ആശ്രയയിലെ മക്കളെ നേരിട്ട് കാണണമെന്ന് പ്രിയ ജോളി എബ്രഹാം സാറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അറിയിച്ചിരുന്നു. ആ പറഞ്ഞത് പ്രകാരം നാട്ടിലേക്ക് വന്ന് ആദ്യം വരുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിലേക്കാണ്. ജോസ് ഇവിടെ പറയുകയുണ്ടായി, ഞങ്ങളിവിടെ കേരളത്തിൽ പല കാര്യങ്ങൾക്കായി വരുമ്പോൾ ഇവിടെ ഞങ്ങൾ വരുന്നതാണെന്ന്. എന്നാൽ ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ കേരളത്തിൽ വരുമ്പോൾ പല പ്രോഗ്രാംസ് ഇങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്. ഇന്നെനിക്കങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളെ കണ്ട് ഞാൻ പറയുകയുണ്ടായി, ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ അവിടെ മ്യൂസിക് കെയർ നടത്തിയപ്പോൾ
അദ്ദേഹത്തിന് കലൈപൂരം ജോസഫ് ഇത്ര വലിയ രീതിയിൽ ആശ്രിത നീഡി പീപ്പിളിന് ഇത്രയും കാര്യമായിട്ട് ചെയ്യുന്ന ഒരു ഫാമിലി, ഇൻക്ലൂഡിങ് മിനി, അതിനെപ്പറ്റി കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കൂടാതെ ഞങ്ങളുടെ ഗുഡ് സമാരിറ്റൻ അവാർഡ് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോഴും ഞാൻ പലരോടും അതേപ്പറ്റി അന്വേഷിക്കുകയുണ്ടായി. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു വാക്ക്, അദ്ദേഹം ഇതിനപ്പുറത്ത് ഒരു അവാർഡിന് അർഹനാണ്. വന്നപ്പോൾ പോലും നിങ്ങളൊന്ന് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ജോസ് ഇപ്പോഴാണ് വിളിച്ചത്. അല്ലെ നേരത്തെ വന്ന് ജോസ് പറയുമ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന ആളല്ല. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കഴിച്ചൊന്നും എനിക്കറിയത്തില്ല, അന്നുണ്ടായിരുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് പേരെ കൊണ്ട് ആക്കിയിട്ടുണ്ട്. അവരിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല നിലയിൽ പോയി കാണും. അതുകൊണ്ട് എനിക്കൊരു പുതിയ സ്ഥലമൊന്നുമല്ല.